ഹേ ഗായ്സ്, പതിവ് തെറ്റിക്കാണ്ട് അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ചായ തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പൂരിയാണ് കേട്ടോ. അപ്പോൾ പൂരി ഞാൻ ഒരു സൈഡിൽ നിന്ന് പരത്തുമ്പോൾ എൻ്റെ മോന് ഒരു സൈഡിൽ നിന്ന് പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നേരത്തെ നീട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓനെ പൊരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ പരത്തി ഇതേമാതിരി ഇട്ട് കൊടുത്താൽ ഓൻ തന്നെ പൊരിച്ചോളും. ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ മാത്രം കേട്ടോ, എപ്പോഴും ചെയ്തൊന്നും തരില്ല. പക്ഷേ ഓനോതൊന്ന് പൊരിക്കുന്ന പറഞ്ഞാൽ ആയിക്കോട്ടെ അതിനെന്താന്ന് വരും. 2-3 പൂരി പൊരിച്ചതിന് ശേഷം മദ്രസിലോട്ട് പോയിട്ടോ. ഞാൻ ആകെ കുറച്ച് പൂരി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പുട്ടാക്കാമെന്ന് വിചാരിച്ച്. മുത്താറിപ്പുട്ടാണ്. മുത്താറിയും കുറച്ച് ആട്ടയും കൂടി ചേർത്തിട്ടാട്ടോ പുട്ടുണ്ടാക്കിയത്. അങ്ങനെ അവർ മദ്രസിലോട്ട് പോയി. ഞാനിതാ വെള്ളം വെച്ചു ചൂടാക്കാൻ വേണ്ടി. എന്തായാലും സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകണമല്ലോ. അങ്ങനെ ഒരു പോയിൻ്റ് ഇതാ വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിട്ടു. അപ്പം ഈ ഒരു കപ്പിനാണ് ഞാൻ പരിപ്പെടുത്തത്. ആ കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ ഈ ഒരു കറിക്ക്. എന്നിട്ട് അതിലോട്ട് തക്കാളി, ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തുങ്ങൾ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട്, നന്നായിട്ടെന്ന് വെച്ചാൽ കുക്കറിലാകുമ്പോൾ 2-3 വിസിലടിച്ചാൽ തന്നെ എന്താ പറയുക, പരിപ്പ് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. വെന്തുടഞ്ഞ് പോവും. കുക്കർ തുറന്നതിന് ശേഷം പിന്നെ ഒന്നും കൂടി കയ്യിലോടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക. കുറച്ച് നിങ്ങൾക്ക് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ എന്തായാലും കറക്റ്റ് അളവിനുള്ള വെള്ളമാണ് കൊടുത്തത്. അതായത് നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്, ചോറ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും വെള്ളം മാറ്റിക്കൊണ്ട് ഞാൻ ചോറ് അപ്പുറത്തോട്ട് വെച്ച് കുക്കർ വെച്ചിട്ടാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചായ കുടിച്ചു. അങ്ങനെ അതാ നമ്മൾ പരിപ്പൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഭയങ്കര ടേസ്റ്റ്. എനിക്ക് പൊതുവേ കറിയിലും മല്ലിയില, കറിവേപ്പിനിലൊക്കെ കുറച്ച് അധികം ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്കത് തൂമിക്കാനാണ്. അപ്പോൾ തൂമിക്കാൻ എന്തായാലും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിൻ്റെയും കായ്മുളകും വേണം കേട്ടോ. അത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. ഓയിലൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ച് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 തരം ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നൊരു ജസ്റ്റ് അത് ഒരു ബ്രൗൺ കളറായി, നല്ല ബ്രൗണല്ല, അങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാട്ടോ. ഇങ്ങനെ പരിപ്പ് കറി വെക്കാത്തവരൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും ഇഷ്ടപ്പെടും. മക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വല്ലാണ്ട് എരിവ് കൊടുക്കുന്നില്ല. നമ്മൾ വേവിക്കും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഉള്ളിയും തക്കാളിയൊക്കെ ഇടുന്ന കൂട്ടത്തിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിലുള്ള എരിവ് അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ കറി നല്ല ടേസ്റ്റാണ്. ഇത് കൂടുതൽ വെള്ളം പോലെ ആയ രസം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു തിക്നെസ്സിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകും കേട്ടോ. കാരണം ചൂടാറുമ്പോൾ പരിപ്പല്ലേ. അങ്ങനെ കറിയുമായി ചോറ് ഇതാ ഞാൻ ഇവിടെ വാർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ പരിപ്പ് കറിക്ക് ഉണക്കൽ മീനില്ലേന്, അപ്പം ഉണക്കലാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉണക്കൽ കഴുകി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ ഞാനത് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. കാരണം കുറച്ച് ഉപ്പ് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ മുട്ട പുഴുങ്ങാനിട്ട് ഉണക്കലും പൊരിച്ച് ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. ചോറും കറിയൊക്കെ ആയി. ഇന്ന് മോള് സ്കൂളിലോട്ട് പോയിട്ടില്ലേനു. മദ്രസ വിട്ട് വന്നതിന് ശേഷം ഭയങ്കര കരച്ചിലൊന്നും സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം പിന്നെ ഓളെയും കൊണ്ട് ജിമ്മിന് പോയി വന്നതാ. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്